ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ടയർ കണ്ടീഷൻ അല്ലെങ്കിൽ ടയർ എന്തുകൊണ്ടാണ് കൂടുതലും സ്ലിപ്പ് ആകുന്നത്. ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ABS ഉള്ള വാഹനം തൽക്കാലം ഒന്ന് നമുക്ക് മാറ്റിവെക്കാം. നോൺ ABS വാഹനത്തിന്റെ കാര്യമാണ് ഞാനിപ്പം കൂടുതൽ സംസാരിക്കുന്നത്, ഈ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ വാഹനം ഓടിച്ചു പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എത്ര പേര് ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന ഇഷ്യൂ. അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയാന്ന് കൂട്ടിക്കോളൂ, സഡൻ ആയിട്ട് ഒരു ബ്രേക്ക് ചവിട്ടിയ സമയത്ത് വാഹനം ഓഫ് ആയിപ്പോയി. ഇങ്ങനെ എത്ര പേര് ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് വാഹനം ഓഫായി, പക്ഷെ വാഹനം നിന്നിട്ടില്ല, വാഹനം പിന്നെയും പൊക്കോണ്ടിരിക്കുക മുമ്പോട്ട്. അതായത് സ്കിഡ് ചെയ്താണ് പൊക്കോണ്ടിരിക്കുന്നത്, തെന്നി മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന സമയം നല്ല മഴയായിരുന്നു, അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ടായിരുന്നു. പെട്ടെന്ന് വാഹനത്തിന്റെ ബ്രേക്ക് ചവിട്ടിയപ്പോൾ സ്കിഡായി പോവായിരുന്നു വാഹനം, പക്ഷെ വാഹനം ഓഫായി. കാരണം എനിക്ക് ഈ മീറ്ററിനകത്ത് ലൈറ്റ് എല്ലാം കാണാൻ സാധിച്ചു. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. പാനിക് ആവാതെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് ക്ലച്ച് അപ്ലൈ ചെയ്ത് കാണത്തില്ല, കാരണം ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹനം ഓഫ് ആകത്തില്ല. ക്ലച്ച് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ എഞ്ചിൻ ഒന്നെങ്കിൽ ഇടിച്ച് സ്റ്റാർട്ട് ആകും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടയറിലോട്ടുള്ള പിടുത്തവും കൂടെ കിട്ടിക്കോളും. പിടുത്തം കിട്ടുക എന്ന് ഇൻ ദ സെൻസ്, നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് 4 ബ്രേക്കും ലോക്ക് ആയി പോയതുകൊണ്ടാണ് സ്കിഡ് ആയി പോയത്. എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനം ഇങ്ങനെ സ്കിഡ് ആകുന്നത്, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ടയർ കണ്ടീഷൻ. ടയറിന്റെ കണ്ടീഷൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രിപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു 4 വർഷം കഴിയുമ്പോൾ, അല്ലെ 5-ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ പീക്കാണ്, 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരു ടയർ യൂസ് ചെയ്യരുത്. കാരണം ആ ഒരു ടയറിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 5 ഇയേഴ്സ് ആണ്. അതിലിപ്പം കട്ടയുണ്ടെങ്കിലും, ടയറിനകത്ത് പലരും നോക്കുന്ന ഒരു കാര്യം, ടയറിന് കട്ടയുണ്ടോ അല്ലെങ്കിൽ ഗ്രിപ്പ് ഉണ്ടോ. ഗ്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാഹനത്തിന്റെ ടയർ ഇനിയും ഓടും. 7 വർഷമായി രാകേഷ്, ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഞാൻ എന്നാ പറയാനാ. പക്ഷെ ഞാൻ അവരോട് പറയും, ഏകദേശം ഒരു 5 വർഷം മാത്രമേ ഉള്ളൂ കാലാവധി, മാറുന്നതാണ് നല്ലത്. ഒരു ജസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ മാത്രം ഞാൻ പറയാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വാഹനത്തിന്റെ ടയർ 5 വർഷം കൂടുമ്പോൾ നിങ്ങൾ റീപ്ലേസ് ചെയ്തിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, അതൊരു സേഫ്റ്റിയുടെ കാര്യം തന്നെയാണ്. കാരണം ആ ഒരു സേഫ്റ്റി നമ്മൾ നോക്കിയിരിക്കണം. അവിടെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ പോകരുത്. കാരണം അതൊരു ചെറിയ റിസ്ക് ഫാക്ടർ അല്ല, ഒരു വലിയ റിസ്ക് ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാറുക. അപ്പൊ സ്കിഡ് ആവുന്നതിന്റെ മെയിൻ കാര്യത്തിൽ ഒന്ന്, നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല മഴയത്ത് പൊക്കോണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സഡൻ ആയിട്ട് സ്കിഡ് ആവും. അത് ശരിക്കും പറഞ്ഞാൽ ടയർ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ സ്കിഡ് ആവുമെന്ന് ചോദിച്ചാൽ, ചെറിയ രീതിക്ക് സ്കിഡ് ആവുമെങ്കിൽ പോലും ഇത്രയും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ റോഡ് സൈഡിൽ, അതായത് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൂടെ ചേർന്നാണ് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ ചരളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ മെറ്റലിന്റെ പീസോ അല്ലെങ്കിൽ മണ്ണോ പൊടിയൊക്കെ കൂടുതലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡ് വെച്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ സൈഡ് കൊണ്ട് സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ABS ഉള്ള വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം കാണിക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, സ്കിഡ് ആകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ABS കയറി വർക്ക് ആവും. അങ്ങനെ ABS വർക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സ്കിഡിങ് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ABS വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ ആ ABSന്റെ മുടിയിൽ ഒച്ച ഉണ്ടാക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ബ്രേക്ക് പെഡൽ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്ക് ഉറപ്പിക്കാം ABS വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി, ഇനിയെങ്കിലും വാഹനത്തിന് സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതും പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്പീഡ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം, ഗിയർ യൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി എങ്ങാനും ടയർസ് ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്ത് ചവിട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോബ്ലം മാറുന്നതായിരിക്കും.